ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 56-ാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 46 തുടങ്ങി 52 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ വിഷയം ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത മറിയം ബീവിനെ അറിയിച്ചതായിരുന്നു. മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, ഇനി എന്താണ്, അള്ളാഹിൽ നിന്നുള്ളൊരു വാക്കിനെ കൊണ്ട് നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ വാക്ക്? മറിയമിൻ്റെ മകൻ ഈസ എന്ന മസീഹാകുന്നു. അപ്പം ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു. ഈസ എന്നുള്ള കുട്ടീനെ കുറിച്ചിട്ടാണ് സന്തോഷ വാർത്ത അറിയിച്ചത്. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഇഹത്തിലും പരത്തിലും പ്രമുഖനായിരിക്കും, പിന്നെ അള്ളാഹുവിനോട് ഏറ്റവും സാമീപ്യം സിദ്ധിച്ച ആളായിരിക്കും എന്നും പറഞ്ഞു. സൂറത്തു മറിയത്തിൽ അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറഞ്ഞത്, മറിയം അലൈഹി സ്വലാം തൻ്റെ വീട്ടുകാരിൽ നിന്നൊക്കെ മാറി ഒരു മറ സ്വീകരിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ബൈത്തുൽ മുഖദ്ദസിലാണല്ലേ വീട്ടുകാരെയൊക്കെ വിട്ടുകൊണ്ട് അവിടെയാണ് താമസിക്കുന്നത്. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം ഒരു ശരിയായ മനുഷ്യൻ്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഒറ്റയ്ക്ക് മെഹ്റാബിൽ താമസിക്കണ മറിയം ബീവിയുടെ അടുത്തേക്ക് ആകെ സക്കരിയ അലൈഹി സ്വലാമാണ് വരാറുള്ളത്. അപ്പോൾ പരിചയമില്ലാത്തൊരു പുരുഷൻ തൻ്റെ റൂമിലോട്ട് വന്നപ്പോൾ മറിയം ബീവി പേടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ ശരണം തേടുന്നു, നിന്നിൽ നിന്നും നീ ഒരു ഭക്തനാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ എന്താണ്, ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളൊരു ദൂതനാണ്, നിനക്ക് പരിശുദ്ധനായൊരു ആൺകുട്ടി ജനിക്കാൻ പോകുന്നു എന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി മറിയം ബീവി ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാകുക? നേരത്തെ സക്കരിയ അലൈഹിസ്സലാം ചോദിച്ച മാതിരി എങ്ങനെ ഉണ്ടാകും? എന്നെ ഒരു മനുഷ്യനെ സ്പർശിച്ചിട്ട് പോലുമില്ല, ഞാനൊരു ദുർനടപടിക്കാരിയൊന്നുമല്ല, പിന്നെ എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കാര്യം അപ്രകാരം തന്നെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, അള്ളാഹു സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മറിയം അലൈഹിസ്സലാം ഗർഭം ധരിച്ചു. അങ്ങനെ ആളുകളിൽ നിന്നൊക്കെ വിട്ട് ദൂരെ ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു. ആ സമയത്ത് പ്രസവവേദന വന്ന സമയത്ത് ഈത്തപ്പന തോട്ടത്തിലായിരുന്നു എന്നാണ് പറയണത്. ആ സമയത്ത് ഈ മറിയം അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായിരുന്നെങ്കിൽ, തീരെ വിസ്മരിക്കപ്പെട്ടവളായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അള്ളാഹു പറയാണ്, നീ വിഷമിക്കണ്ട, നിൻ്റെ രക്ഷിതാവ് നിൻ്റെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുക്കിയിരിക്കുന്നു, അരുവി ഉണ്ടാക്കി തന്നിരിക്കുന്നു. നിൻ്റെ അടുത്ത് കാരക്ക കിട്ടാൻ വേണ്ടിയിട്ട് നീ ആ ഈത്തപ്പനയുടെ തടിയിലൊന്ന് കുലുക്കിയാൽ മതി, അപ്പോൾ അത് നിനക്ക് പുതിയ ഈത്തപ്പഴം വീഴ്ത്തിത്തരുമെന്ന്. കുലുക്കാന്ന് വെച്ചാൽ ഈത്തപ്പന നമുക്ക് കുലുക്കാനായിട്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറ്റുമോ? ഇല്ല അല്ലേ? നമ്മൾ അവിടെ ഒന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യാണ് ആ പറയണത്. അള്ളാഹു ആ കാരക്ക, പുതുതായ കാരക്ക വീഴ്ത്തി കൊടുത്തു എന്നാണ് കഴിക്കാനായിട്ട്. അങ്ങനെ പറഞ്ഞു, നീ ഭക്ഷിക്കുക, കുടിക്കുകയൊക്കെ ചെയ്യുക, എന്നിട്ട് സന്തോഷത്താൽ നിൻ്റെ കൺകുളിർക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇനി ആരെങ്കിലും നീ മനുഷ്യന്മാരാരെങ്കിലും കാണുകയാണെങ്കിൽ പറഞ്ഞു, റബ്ബിന് വേണ്ടി വ്രതം അനുഷ്ഠിക്കുകയാണ് എന്ന് പറയാൻ. എന്നിട്ട് സംസാരിക്കണ്ടാന്ന്. അന്ന് മുമ്പുള്ള നോമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കാതിരിക്കലും ഒരു നോമ്പിൻ്റെ ഒരു ഭാഗമാണെന്നാണ് മനസ്സിലാക്കണത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, നീ പരമകാരുണികന് വേണ്ടി നോമ്പ് അനുഷ്ഠിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ജനങ്ങളോട് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞോളാനാണ് പറഞ്ഞത്. അങ്ങനെ ഈ പ്രസവം കഴിഞ്ഞു കുട്ടിയെയും കൊണ്ട് മറിയം ബീവി തൻ്റെ ജനതയിലേക്ക് വരികയാണ്. അപ്പോൾ അവർ വിളിച്ച് പറയേണ്ട സംസാരമാണ് കേട്ടോ. അവർ പറഞ്ഞു, ഹേ മറിയമേ, ഹാറൂൻ്റെ സഹോദരി, നീ എന്തൊരു മോശപ്പെട്ട കാര്യമാണ് ഈ ചെയ്തത്. കാരണം ഭർത്താവില്ലാണ്ടാണ് കുട്ടീനെയും കൊണ്ട് വരണത്. നിൻ്റെ ഉപ്പ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നല്ലൊരു മനുഷ്യനായിരുന്നല്ല, നിൻ്റെ ഉമ്മയും ഇങ്ങനെ മോശം സ്ത്രീയൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറിയം അലൈഹിസ്സലാം എന്താ ചെയ്താൽ സംസാരിക്കണില്ലല്ലോ, ആക്ഷൻ കാണിച്ചു. ദേ തൊട്ടിലിൽ കിടക്കണ കുട്ടീനെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അവർ പറയുന്നുണ്ട്, നീ എന്തായി പറയണത്? ഈ തൊട്ടിലിൽ കിടക്കണ കുട്ടീനോട് ഞങ്ങൾ എന്ത് ചോദിക്കാനാണ്, ആ കുട്ടി എന്ത് ഉത്തരം പറയാനാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ തൊട്ടിയിൽ കിടക്കണ കുട്ടി സംസാരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് വേദഗ്രന്ഥം നൽകപ്പെട്ടിരിക്കുന്നു, എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്.
ഞാൻ എവിടെയായിരുന്നാലും അള്ളാഹു എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എനിക്ക് എന്നോട് അള്ളാഹു ആജ്ഞാപിച്ചിരിക്കുന്ന എന്താണ്? നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമസ്കാരവും സക്കാത്തും നിർവഹിക്കണമെന്ന് അള്ളാഹു എന്നോട് ആജ്ഞാപിച്ചിരിക്കുന്നു. പിന്നെ എന്താണ്? എൻ്റെ മാതാവിന് നന്മ ചെയ്യാമെന്നാണ് പറയുന്നത്. മാതാപിതാക്കൾക്ക് എന്ന് അവിടെ പറയുന്നത്, കാരണം പിതാവില്ലല്ലോ. എൻ്റെ മാതാവിന് നന്മ ചെയ്യുവാനും എന്നോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തൊട്ടിലിൽ വെച്ച് കുട്ടിയായ ഈ ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ച കാര്യമാണ് അടുത്ത ആയത്തിൽ പറയണത്. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് സൂറത്തു മറിയമ്മിൽ അള്ളാഹു വിശദമായി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഇവിടെ നേരെ പറയണത് കുട്ടിയെ ഉണ്ടാവണ സന്തോഷ വാർത്ത അറിയിച്ചതിന് ശേഷം ഉടനെ പറഞ്ഞത് തൊട്ടിയിൽ കിടന്ന് സംസാരിച്ച കാര്യമാണ്. അടുത്ത ആയത്തിൽ അതാണ് പറയണത്. അപ്പോൾ ആയത്ത് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയുകല്ലിമുൻ നാസ ഫിൽ മഹ്ദി വകഹ്ലൻ വമിനസ് സാലിഹീൻ. കല്ലമ എന്ന് വെച്ചാൽ സംസാരിച്ചു. അപ്പോൾ വയുകല്ലിമു അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. നാസ ജനങ്ങളോട് ഫിൽ മഹദ് എന്ന് വെച്ചാൽ തൊട്ടിലിൽ വെച്ച് സംസാരിക്കും. കഹ്ലൻ മധ്യവയസ്കനായിരിക്കുമ്പോൾ, കഹ്ലൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 തുടങ്ങി 40 വയസ്സ് വരെയുള്ള പ്രായം എന്നാണ് പറയണത്. ആ സമയത്തും സംസാരിക്കും. മിനസ്വാലിഹീൻ സദ്വൃത്തരിൽപ്പെട്ട ആളായിരിക്കും അദ്ദേഹം. ഇത് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. കുട്ടീനെ പ്രസവിച്ചിട്ടില്ല അല്ലേ? അതിനു മുമ്പ് പറയാണ് ഇങ്ങനെ ഒരു കുട്ടി ഈസബിന് മറിയം എന്നുള്ള കുട്ടി ജനിക്കാൻ പോകുന്നു, മസീഹ ജനിക്കാൻ പോകുന്നുണ്ട്. ആ കുട്ടി തൊട്ടിലിൽ വെച്ച് സംസാരിക്കും. പിന്നെ മധ്യവയസ്കനായ സമയത്തും സംസാരിക്കും. അദ്ദേഹം സദ്വൃത്തരിൽപ്പെട്ട ആളായിരിക്കും എന്നാണ് സന്തോഷ വാർത്ത അറിയിക്കണത്. അപ്പോൾ തൊട്ടിലിൽ വെച്ച് സംസാരിക്കുന്നു പറഞ്ഞത് ഒരു ദൃഷ്ടാന്തം എന്ന നിലയ്ക്കാണ് അല്ലേ? സാധാരണ നിലയിൽ ജനിച്ച കുറച്ച് സമയത്തിനുള്ളിൽ കുട്ടി സംസാരിക്കൂല. 1-2 വയസ്സാവണം മര്യാദയ്ക്ക് സംസാരിച്ചു തുടങ്ങണമെങ്കിൽ അല്ലേ? അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ സംസാരിക്കുമെന്ന് പറഞ്ഞത് ദൃഷ്ടാന്തവും. പിന്നെ കഹ്ലൻ എന്ന് പറഞ്ഞത് 30-40 വയസ്സ്, ഒരു മധ്യവയസ്കനായ സമയത്ത് എന്ന് പറഞ്ഞത് പ്രവാചകൻ്റെ സംസാരമാണ് പറയണത്. സുവിശേഷങ്ങൾ പറയുന്ന ആളാണ്. ഇത് വരാൻ പോകുന്ന പ്രവാചകനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ സംസാരത്തെക്കുറിച്ചിട്ടാണ് ഈ മധ്യവയസ്കനായിരിക്കുമ്പോൾ സംസാരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ മറിയം അലൈഹി ഇസ്ലാമിൻ്റെ ക്വസ്റ്റ്യനാണ്, അള്ളാഹു ഇത് എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക? എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ എന്നാണ് പറയണത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അത് അപ്രകാരം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സൃഷ്ടിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഞാനൊരു കാര്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ എന്താണ്, അത് ഉണ്ടാകൂ എന്ന് പറയുക മാത്രമേ വേണ്ടൂ എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. ആയത്ത് നോക്കാം. ഖാലത് റബ്ബി അന്നാ യകൂനു ലീ വലദുൻ വലം യംസസ്നി ബശർ ഖാല കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ ഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ഖാലത്ത് അവൾ പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബേ, അന്നാ യകൂനുലി വലതുൻ എങ്ങനെയാണ് എനിക്കൊരു കുട്ടിയെ ഉണ്ടാകുക? വലം യംസസ്നി, മസ്സാന്ന് വെച്ചാൽ ബാധിച്ചു സ്പർശിച്ചു എന്നൊക്കെയാണ്. അപ്പം വലം യംസസ്നി എന്നെ സ്പർശിച്ചിട്ടില്ല, ബഷർ ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല. അപ്പം അള്ളാഹു തിരിച്ചു പറഞ്ഞത് ഖാല അള്ളാഹു പറഞ്ഞു, കദാലിക് അത് അപ്രകാരമാണ്, അള്ളാഹു യഖ്ലുഖു മാ യശാ അള്ളാഹു ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. നേരത്തെ യഹ്യ അലൈഹി ഇസ്ലാമിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും സക്കരിയ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു. സക്കരിയ അലൈഹി ഇസ്ലാം ചോദിക്കണ്ടല്ലേ, അള്ളാഹു എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക എന്ന്. അപ്പോൾ പറഞ്ഞതാണ് ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ എന്നാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു പ്രവർത്തിക്കുന്നു, ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ മാതാവും പിതാവും ഉണ്ടല്ലേ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. ഇവിടെ എന്താണ് ഖാല കദാലികില്ലാഹു യഖ്ലുഖു മാ യശാ എന്നാണ്. ഖലഖ എന്നാണ് പറയുന്നത്, സൃഷ്ടിച്ചു, അള്ളാഹു സൃഷ്ടിച്ചതാണ്. കാരണം ഇവിടെ പിതാവില്ല, അള്ളാഹു സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, പിന്നെ പറഞ്ഞു ഇദാ ഖളാ അവൻ തീരുമാനിച്ചാൽ അംറൻ ഒരു കാര്യം, ഫഇന്നമാ എന്നാൽ നിശ്ചയമായും യഖൂലു പറയുക മാത്രമേ ചെയ്യേണ്ടുള്ളൂ, ലഹു അതിനോട് എന്ത്, കുൻ ഉണ്ടാകൂ എന്ന്, ഫ യകൂൻ അപ്പോൾ അത് ഉണ്ടാകുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു കാര്യം ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ മതി, അപ്പം അത് അങ്ങോട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇനി ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയാണ്, വയു അല്ലിമുഹുമുൽ കിതാബ അദ്ദേഹത്തിന് ഗ്രന്ഥം പഠിപ്പിക്കും. പിന്നെ അതാണ് വൽ ഹിക്മത വിജ്ഞാനവും, വേദഗ്രന്ഥവും വിജ്ഞാനവും അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കും. വ തൗറാത്ത വൽ ഇഞ്ചീൽ തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി ജനിക്കണ കാര്യവും സന്തോഷ വാർത്ത അറിയിക്കണ കാര്യവും പിന്നെ കുട്ടീനെയും കൊണ്ട് വന്നിട്ട് മറിയം ബീവിനോട് ഇവർ സംസാരിക്കണ ചോദ്യങ്ങളും ഒക്കെ ബൈബിൾ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ച വിഷയം എന്താണെന്ന് പറയണില്ല. കാരണം അതിൽ നിന്ന് നല്ല വ്യക്തമാണ് അള്ളാഹുവിൻ്റെ ദൂതനാണ് ഈസാ നബി അലൈഹി സ്വലാം എന്നുള്ളത്. അല്ലെ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ വേദഗ്രന്ഥം പഠിപ്പിച്ചു, വിജ്ഞാനവും പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം വരുമ്പോൾ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന വേദഗ്രന്ഥമാണ് തൗറാത്ത്. അവരിൽ നിലവിലുണ്ടായിരുന്ന വേദഗ്രന്ഥമായ തൗറാത്തും ഈസാ നബിക്ക് അറിയാം. അത് കഴിഞ്ഞിട്ട് ഈസാ നബിക്ക് വേണ്ടി അവതരിച്ച വേദഗ്രന്ഥമാണ് ഇഞ്ചീൽ. അത് സാക്ഷാൽ സുവിശേഷം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞത് അൽ കിതാബ വൽ ഹിക്മത്ത എന്ന് പറഞ്ഞ മുമ്പുള്ള വേദഗ്രന്ഥങ്ങളെയും അതിൻ്റെ നടപടിക്രമങ്ങളും, അതാണ് വിജ്ഞാനം, അത് പഠിപ്പിച്ചു. പിന്നെ തൗറാത്തും ഇഞ്ചീലും പഠിപ്പിച്ചു എന്നാണ് അള്ളാഹു പറയണത്. ഈസാ നബി അലൈഹി സ്വലാമിന് തൗറാത്തും ഇഞ്ചീലും ഹൃദ്യസ്ഥമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈസാ നബി അലൈഹി സ്വലാമിന് എഴുത്തും വായനയൊക്കെ അറിയായിരുന്നു. അടുത്ത ആയത്തിൽ അള്ളാഹു പറയണത് ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകൾ എന്തായിരുന്നു, അള്ളാഹുവിൽ നിന്നുള്ളൊരു പ്രവാചകനാണ് എന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് അള്ളാഹു നൽകിയ തെളിവുകൾ എന്തായിരുന്നു എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. എന്തായിരുന്നു ഒന്നാമത്തെ തെളിവ്? കളിമണ്ണ് കുഴച്ച് ഒരു പക്ഷിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് ഈസാ നബി അലൈഹി സ്വലാം ഊതുമ്പോൾ അത് ഒരു ജീവനുള്ള പക്ഷിയായി മാറിയിരുന്നു. അതെങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. ഓരോ ദൃഷ്ടാന്തങ്ങൾ പറയുമ്പോഴും അവിടെ പറയേണ്ടത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് ഉണ്ടാവണത്. കാരണം ഈസാ നബി അലൈഹി സ്വലാം ഉദ്ദേശിക്കുമ്പോൾ അത് ഉണ്ടാവില്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്തേ അത് ഉണ്ടാവുള്ളൂ. പിന്നെന്താണ്? ജന്മനാ കണ്ണ് കാണാത്ത ആളുകളെയും അന്ധന്മാരെയും വെള്ളപ്പാണ്ടുള്ള ആളുകളെയും ഒക്കെ സുഖപ്പെടുത്തിയിരുന്നു. തടവുമ്പോൾ അവരുടെ അസുഖം മാറിയിരുന്നു. പിന്നെന്താണ്? നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിച്ചതെന്നും നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതും അങ്ങനെ അദൃശ്യമായ മറഞ്ഞ കാര്യങ്ങൾ പറയാനുള്ള കഴിവ് ഈസാ നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു. അതാണ് അടുത്ത ആയത്തിൽ പറയണത്. അപ്പോൾ പല മഹാന്മാരും പറയണത് എന്താണെന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിലോട്ട് നിയോഗിക്കപ്പെടുന്ന റസൂലുകൾ ആ ഒരു കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹു ഓരോരുത്തർക്കും കൊടുത്തത്. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമയുടെ കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഹറിന് വളരെ പ്രചാരമുള്ളൊരു കാലമായിരുന്നു. അപ്പോൾ മൂസാ നബിക്ക് കൊടുത്തത് എന്തായിരുന്നു? വടി നിലത്തിടുമ്പോൾ പാമ്പാകുന്നു, അല്ലെ, ഈ പാമ്പ് ബാക്കിയുള്ള പാമ്പുകൾ വിഴുങ്ങുന്നു, അങ്ങനത്തെ ദൃഷ്ടാന്തങ്ങളായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തത്. ഇപ്പൊ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സാഹിത്യത്തിന് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഈ സാഹിത്യത്തെ വെല്ലുന്ന ഖുർആനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്ത മുഅ്ജിസത്ത്. പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രം വളരെ പുരോഗതി പ്രാപിച്ചൊരു കാലമായിരുന്നു. തത്വശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഒക്കെ പുരോഗതി പ്രാപിച്ച ഒരു കാലത്തായിരുന്നു ഈസാ നബി അലൈഹി സ്വലാം വന്നത്. അപ്പോൾ ആ ഒരു വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത കാര്യം, അല്ലേ, ജന്മനാ അന്ധനായവരെയും വെള്ളപ്പാണ്ടും ഒക്കെ സുഖപ്പെടുത്താനുള്ള ശാസ്ത്രവിദ്യ അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ വെല്ലുന്ന മുഅ്ജിസത്തുകളാണ് ഈസാ നബി അലൈഹി സ്വലാമിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആയത്ത് നമുക്കൊന്ന് നോക്കാം. ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين. വറസൂലൻ, ദൂതനായാണ്, ഇലാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതിയിലേക്ക് വന്നിട്ടുള്ള ഒരു ദൂതനാണ്. അന്നി ഖദ് ജിഅ്തുക്കും, അന്നി നിശ്ചയമായും ഞാൻ, ഖദ് തീർച്ചയായും കഴിഞ്ഞു, എന്ത്, ജിഅ്തുക്കും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്ന്. എന്തെന്ന്? ബി ആയത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അന്നി അഖ്ലുഖ്, ഞാൻ സൃഷ്ടിച്ചുണ്ടാക്കുമെന്ന്, ലക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, മിനത്വീനി, തീൻ എന്ന് വെച്ചാൽ കളിമണ്ണ്, കളിമണ്ണിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചുണ്ടാക്കും. എന്ത്? കഹൈഅത്തി ത്വയ്രി, പക്ഷിയുടെ രൂപം ഉണ്ടാക്കും.
എന്നിട്ട് എന്ത് ചെയ്യും? അംഫുഹു, എന്നിട്ട് ഞാൻ നഫഖ എന്ന് വെച്ചാൽ ഊതി, അംഫുഹു ഞാൻ ഊതുന്നു, എന്നിട്ട് ഞാൻ ഊതും, ഫീഹി അതിൽ, ഫയക്കൂനു അപ്പോൾ അതായിത്തീരും, ത്വയ്റൻ അതൊരു പക്ഷിയായിത്തീരും, ബി ഇദ്നില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ് അതൊരു പക്ഷിയായി മാറുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തവും കൊണ്ട് തീർച്ചയായും നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആരാണ്? ബനു ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള ഒരു ദൂതനാണ്, റസൂലാണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് കളിമണ്ണിൽ നിന്നും പക്ഷിയുടെ രൂപം ഉണ്ടാക്കിത്തരും, എന്നിട്ട് ഞാൻ അതിൽ ഊതുമ്പോൾ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അതൊരു പക്ഷിയായി മാറുന്നു എന്നാണ് ഒരു ദൃഷ്ടാന്തം പറഞ്ഞത്. പിന്നെ ഉപരി ഉൽ അഖ്മഹ ഞാൻ സുഖപ്പെടുത്തുന്നു, ആരെ? അഖ്മഹ ജന്മനാ തന്നെ അന്ധനായവനെ, വൽ അബ്റസ വെള്ളപ്പാണ്ടുള്ളവരെയും, ഉഹിയിൽ മൗത്ത മരണപ്പെട്ടവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും, ബി ഇദ്നില്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. അള്ളാഹുവിൻ്റെ അനുവാദം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് ഈസാ നബി അലൈഹി സ്വലാം ഉദ്ദേശിക്കുന്ന സമയത്ത് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഉനബ്ബിഉക്കും ഞാൻ നിങ്ങൾക്ക് വാർത്ത അറിയിച്ചു തരും, എന്താണ്? ബിമാ തഅ്കുലൂന നിങ്ങൾ തിന്നതിനെ പറ്റി, അക്കലാന്ന് വെച്ചാൽ തിന്നുന്ന, തഅ്കുലൂന നിങ്ങൾ തിന്നുന്നത്, അപ്പം നിങ്ങൾ തിന്നതിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. വമാ തദ്ദഖിറൂന നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതിനെക്കുറിച്ചും, നിങ്ങൾ എവിടെ? ഫീ ബുയൂത്തിക്കും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് വിവരം അറിയിച്ചു തരും. ഇന്ന ഫീ ദാലിക നിശ്ചയമായും അതിലുണ്ട്, ലആയതൻ ദൃഷ്ടാന്തം, ലക്കും നിങ്ങൾക്ക്, ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. നിങ്ങളൊരു സത്യവിശ്വാസിയാണെങ്കിൽ വിശ്വസിക്കാൻ പാകത്തിനുള്ള ദൃഷ്ടാന്തങ്ങളൊക്കെയാണിത്. നിങ്ങൾക്ക് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അള്ളാഹുവിൽ നിന്നുള്ളൊരു ദൂതനാണെന്നുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു തരണത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് റസൂൽ എന്നാണ് പറഞ്ഞത്. റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? റസൂൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും പദവി ഉയർന്ന ആളുകളാണ്. ഇപ്പോൾ എല്ലാ റസൂലുകളും നബിമാരാണ്, എന്നാൽ എല്ലാ നബിമാരും റസൂലുകളല്ല. അപ്പോൾ റസൂൽ എന്ന് പറയുന്നത് പുതിയ വേദഗ്രന്ഥവും പുതിയ നിയമങ്ങളും ഒക്കെ കൊണ്ടുവരണ ആളുകളെയാണ് റസൂൽ. ഈ നബിമാരുടെ കൂട്ടത്തിൽ കുറച്ച് ഉയർന്ന ആളുകളെയാണ് റസൂൽ എന്ന് പറയണത്. നമ്മൾ നേരത്തെ പറഞ്ഞു യഹിയ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞ എന്താണ്? നബിയൻ എന്നാണ് സന്തോഷ വാർത്ത പറഞ്ഞത് അല്ലേ? എന്താണ്? സയ്യിദനാണ്, നേതാവാണ്, വഹസൂറൻ വ നബിയ്യം മിന സ്വാലിഹീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബിയാണെന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് സൂറത്തു മറിയത്തിൽ പറഞ്ഞത് എന്താണ്? നബി എന്നാണ് പറഞ്ഞത്. ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു, നബിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാ റസൂലുകളും നബിമാരാണ്, എന്നാൽ എല്ലാ നബിമാരും റസൂലുകളല്ല. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ വളരെ വ്യക്തമാണ് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദൂതനാണെന്നുള്ളത്. അപ്പോൾ അതിനുള്ള തെളിവുകളൊക്കെയാണ് പറഞ്ഞത്. കാരണം ആ കാലഘട്ടത്തിൽ വെള്ളപ്പാണ്ട് മാറ്റാനോ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകാനോ ഉള്ള എന്താണ് ചികിത്സയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ അവരുടെ മുമ്പിൽ മുഅ്ജിസത്തുകളാണ്. പിന്നെ മരണപ്പെട്ട ആളെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം. ഇപ്പോൾ ബൈബിളിൽ പറയുന്നുണ്ട്, ലാസർ എന്ന യേശുവിൻ്റെ അനുചരൻ മരണപ്പെട്ടപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം യേശു അവിടെ ചെന്നിട്ട് പ്രാർത്ഥിച്ചു, കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു, പിതാവിനോട് പ്രാർത്ഥിച്ചു. അതിന് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അദ്ദേഹത്തിന് ജീവൻ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മാത്രമേ ഏതൊരു പ്രവാചകനും മുഅ്ജിസത്തുകൾ കാണിക്കാൻ പറ്റുള്ളൂ. സൂറത്തുൽ റഅദിൽ അള്ളാഹു പറയുന്നുണ്ട്, ഒരു റസൂലും തന്നെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാനാകൂല. ഒരു പ്രവാചകനും പറ്റൂല അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലെങ്കിൽ. എല്ലാ അവധിക്കുമുണ്ട് ഓരോ നിയമനിശ്ചയം എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് ഈ മുഅ്ജിസത്തുകൾ കാണുമ്പോൾ അവരെ ആരാധിക്കാനും ഒക്കെ പോണത്. അടുത്ത ആയത്തിൽ പറയണത് ഈസാ നബി അലൈഹി സ്വലാം വന്നത് എന്തിനാന്നാണ് പറഞ്ഞത്? തൗറാത്തിനെ സത്യപ്പെടുത്താൻ, എൻ്റെ മുമ്പിലുള്ള ഈ തൗറാത്തിനെ സത്യപ്പെടുത്താനാണ്. പിന്നെ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് ഹലാലാക്കി തരാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, പൊതുവെ ഈ തൗറാത്തിലെ തത്വങ്ങൾ, നിയമ നടപടികൾ തന്നെയാണ് ഈസാ നബി അലൈഹി സ്വലാം പിൻപറ്റിയിരുന്നെങ്കിലും ഇസ്രായേലിയരിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വിരോധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ദുഷ്പ്രവർത്തികൾ കാരണം അള്ളാഹു അവർക്കൊരു ശിക്ഷയായിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ വിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നത്, ഒട്ടകത്തിൻ്റെ മാംസം അവർ കഴിക്കാൻ പാടില്ല, മത്സ്യം കഴിക്കാൻ പാടില്ല, ശനിയാഴ്ച ദിവസം ജോലി ചെയ്യാൻ പാടില്ല, അങ്ങനെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നസ്ഖ് ചെയ്യാനായിട്ട്, മാറ്റാൻ വേണ്ടിയിട്ടാണ്, ദുർബലപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ നിയമം അവർക്ക്, അതിനെ ഹലാലാക്കിക്കൊണ്ടുള്ള നിയമം ഈസാ നബി അലൈഹി സ്വലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ജൂത പുരോഹിതന്മാർ ഇവർക്കിടയിൽ കുറേ വിലക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാമിലൂടെ ഇവർക്ക് നീക്കിക്കൊടുത്തു എന്നാണ് പറയണത്. അപ്പോൾ ആയത്ത് നമുക്ക് നോക്കാം. വ മുസദ്ദിഖൻ
മുസദ്ദിഖ് എന്ന് വെച്ചാൽ സത്യപ്പെടുത്തുന്നവൻ. എന്തിന്? ലിമാ ബൈന യദയ്യ, എൻ്റെ മുമ്പിലുള്ളതിനെ, മിനത്തൗറാത്ത്, തൗറാത്താകുന്ന എൻ്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുവാനും, വലി ഉഹില്ലലക്കും, ഹലാലാക്കുവാനും, നിങ്ങൾക്ക് അനുവദനീയമാക്കി തരുവാനും. എന്ത്? ബഅദല്ലദീ ഹുർരിമ അലൈക്കും, നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട ചിലത്. ബഅദ് വെച്ചാൽ ചിലത്, അല്ലദീ യാതൊന്ന്. അപ്പം ഹുരിമ എന്ന് വെച്ചാൽ ഹറാമാക്കപ്പെട്ട. അപ്പം നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ട അല്ലെങ്കിൽ നിഷിദ്ധമാക്കപ്പെട്ട ചിലതിനെ നിങ്ങൾക്ക് ഹലാലാക്കി തരുവാനും, അലൈക്കും നിങ്ങളുടെ മേൽ, അതിനാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയണത്. വജിഅ്തുക്കും, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്ത്? ബി ആയത്തിൻ, ദൃഷ്ടാന്തങ്ങളുമായി, മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫത്തഖുല്ലാ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅത്തിഊൻ, എന്നെ അനുസരിക്കുകയും ചെയ്യുക. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, ആ പ്രവാചകന്മാരെ അനുസരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ആയത്ത് വളരെ പ്രസക്തമാണ്. എന്താണ്? അള്ളാഹു ആണ് എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബും. ഒരിക്കലും ഈസാ നബി അലൈഹിസ്സലാം ദൈവമല്ല എന്ന് പിന്നെയും ഖുർആൻ എടുത്തു കാണിക്കുകയാണ്. നിശ്ചയമായും അള്ളാഹു, ഇന്നല്ലാഹ റബ്ബി, എൻ്റെ റബ്ബാണ്, വ റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാകുന്നു, ഫഅ്ബുദൂ, അതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കുവേൻ, ഹാദാ സിറാത്തും മുസ്തഖീം, അതാണ് ചൊവ്വായ പാത അല്ലെങ്കിൽ നേരായ പാത അതാകുന്നു എന്നാണ് ഈസാ നബി അലൈഹിസ്സലാം നമുക്ക് പറഞ്ഞു തരണത്. ഓരോ വേദഗ്രന്ഥങ്ങൾ വരുമ്പോഴും അതിലുള്ള നിയമങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അടുത്ത വേദഗ്രന്ഥവും വന്നിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാം, മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ, ഇപ്പോൾ തൗറാത്തിലായാലും ഇഞ്ചിയിലായാലും ഇപ്പോൾ ഉള്ള ബൈബിളിൽ വരെ പറഞ്ഞിട്ടുള്ള നിയമങ്ങളാണ്. നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ജീവികളുടെ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലുള്ള ജീവികളുടെ ഒന്നും യാതൊരു തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മദ്യപാനം പാടില്ല എന്ന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിലും ബൈബിളിലും നമ്മളുടെ ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വന്നിട്ടുള്ള വേറെ നിയമങ്ങളാണ് കൃഷിയുടെ സക്കാത്ത് കൊടുക്കണം, പിന്നെ ചേലാകർമ്മം നിർബന്ധമായും ചെയ്യണം. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ജനിച്ച് 8-ാം ദിവസം ചേലാകർമ്മം ചെയ്തു എന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾ തലമറയ്ക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. തലമറയ്ക്കാത്തവരുടെ മുടി ഷേവ് ചെയ്ത് കളയട്ടെ, വടിച്ച് കളയട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പന്നി മാംസം തിന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഖുർആനിലും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള വേദഗ്രന്ഥങ്ങളാണെന്ന് മനസ്സിലാക്കാൻ ഏത് ബുദ്ധിയുള്ളവർക്കും സത്യവിശ്വാസികളായ ഏതൊരാൾക്കും ഒരുപാട് തെളിവുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് തെളിവുകളൊക്കെ ഉണ്ടായിട്ടും ഈസാ നബി അലൈഹി സ്വലാമിൽ അവിശ്വസിച്ച ആളുകളാണ് കൂടുതലും ഉണ്ടായിരുന്നത് എന്നാണ് അടുത്ത ആയത്തിൽ പറയണത്. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഇവരൊക്കെ അവിശ്വസിച്ചവരാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആരാണ് അള്ളാഹുവിന് വേണ്ടി എന്നെ സഹായിക്കാൻ, അള്ളാഹുവിലേക്ക് എന്നെ സഹായിക്കുന്നവർ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞ മറുപടി. അപ്പോൾ ഈ ആയത്ത് കേൾക്കുമ്പോൾ പലരും പരിഹസിക്കാറുണ്ട്, എന്താ അള്ളാഹുവിന് സഹായികളുടെ ആവശ്യമുണ്ടോ, ആരാണ്ട് അള്ളാഹുവിനെ സഹായിക്കുക എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ എന്തിനാണ് അള്ളാഹുവിനെ സഹായിക്കണത് എന്നൊരു ചോദ്യം വരും. അവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്വമദാണല്ലേ, അള്ളാഹ്ക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. സ്വമദിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സൂറത്ത് ഇഖ്ലാസിൽ ഓതുന്നില്ലേ, അള്ളാഹു സ്വമദ്. സ്വമദ് എന്ന് വെച്ചാൽ എന്താ? അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല, ആരുടെയും ആശ്രയം ആവശ്യമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അല്ലെങ്കിൽ ആശ്രയം എല്ലാ ജീവജാലങ്ങൾക്കും, ഓരോ വസ്തുക്കൾക്കും അള്ളാഹുവിൻ്റെ ആശ്രയം വേണം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം വേണം അല്ലേ. അപ്പോൾ ഇവിടെ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാണ്ടും അദ്ദേഹത്തിൻ്റെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ യാതൊരു വകവയ്ക്കാണ്ടും അദ്ദേഹത്തെ ഇസ്രായേൽ ജനത അവിശ്വസിച്ചു. അവിശ്വാസത്തിൽ തന്നെ അവർ ശഠിച്ചു നിന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദിവ്യ ദൗത്യം നിഷേധിക്കുക മാത്രമല്ല അവർ ചെയ്തത്, ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ പേരിൽ പല കള്ള ആരോപണങ്ങളും അവർ പറഞ്ഞുണ്ടാക്കി. അദ്ദേഹത്തെ കൊലപ്പെടുത്താനായിട്ട് ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. ഇതെല്ലാം കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്നാണ് ഇവിടെ ചോദിക്കണത്. അപ്പോൾ അനുയായികളോട് അങ്ങനെ ചോദിച്ചപ്പോൾ കുറച്ച് ആളുകൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതായത് അള്ളാഹുവിൻ്റെ മതം പ്രചരിപ്പിക്കാനും പ്രബോധനം ചെയ്യാനും ഞങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ 12 പേരായിരുന്നു എന്നാണ് പറയണത്. ഇപ്പം ഇവരാണ് ഹവാരിയുകൾ എന്നറിയപ്പെടുന്നത്. ഈ ഹവാരികളെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ഇവർ അലക്കുകാരായിരുന്നു എന്നും മത്സ്യവേട്ട നടത്തുന്നവരായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹവാരികൾ എന്ന് പറയുന്നത് യഥാർത്ഥ സത്യവിശ്വാസം സ്വീകരിച്ചവരും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിയവരുമാണ്. അതായത് മുഅ്മിനുകളും മുസ്ലിങ്ങളുമാണെന്നർത്ഥം. ഇവർ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ സത്യവിശ്വാസികളും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിയവരുമാണെന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാമിനെ നിഷേധിച്ചവരാണ് ഭൂരിഭാഗം ആളുകളും ഉണ്ടായിരുന്നത്. അവർ പല കുതന്ത്രങ്ങളും ഉണ്ടാക്കി ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഈ പ്രബോധനങ്ങളെയൊക്കെ നശിപ്പിക്കാനൊക്കെ ആയിട്ട്. പക്ഷേ അവർക്കെതിരായ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അള്ളാഹു അവരെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്.
അതൊക്കെയാണ് ഈ ഒരു ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സൂറത്തു സൊഫിൽ അള്ളാഹു പറയുന്നുണ്ട്, വിശ്വസിച്ചവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് എൻ്റെ സഹായികളായിട്ട് ആരുണ്ടെന്ന് ഹവാരികളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അള്ളാഹുവിന് സഹായികളായിട്ടുണ്ട് എന്ന് ഹവാരിയുകൾ മറുപടി പറഞ്ഞതുപോലെ നിങ്ങളും അള്ളാഹുവിൻ്റെ സഹായികളായി തീരുമെന്ന് സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട്, നമ്മളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. ഇസ്രായേൽ സന്തതികളിൽ നിന്നും ഒരു വിഭാഗം വിശ്വസിച്ചു, ഒരു വിഭാഗം അവിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അവർക്ക് ശക്തി നൽകി അവർ ശത്രുക്കളെ പരാജയപ്പെടുത്തി എന്നാണ് സൂറത്തു സൊഫിൽ പറയണത്. അഹ്സാബ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ക്ഷണിച്ചപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു വേഗം ആ ക്ഷണം സ്വീകരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എൻ്റെ ഹവാരിയാണ് സുബൈർ എന്ന് പറഞ്ഞു. അപ്പോൾ ഹവാരി എന്ന് വെച്ചാൽ എന്താണ്? അള്ളാഹുവിൻ്റെ മതത്തിനെ സഹായിക്കാൻ, അതിൻ്റെ പ്രബോധനത്തിന് സഹായിക്കുന്ന ആളുകൾ എന്നാണ് ഹവാരിൻ്റെ അർത്ഥം. അപ്പോസ്തലന്മാർ എന്ന് പറയും. ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ശിഷ്യന്മാരാണല്ലേ അപ്പോസ്തലന്മാർ. അതാണ് ഹവാരിയുകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആയത്തൊന്ന് നമുക്ക് നോക്കാം. ഫലമ്മ അഹസ്സ എന്ന് വെച്ചാൽ അറിഞ്ഞു, മനസ്സിലാക്കി, അല്ലെങ്കിൽ അനുഭവപ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. അനുഭവപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞപ്പോൾ. ഈസാ നബി അറിഞ്ഞപ്പോൾ മിൻഹും അവരിൽ നിന്നും എന്താണ് അറിഞ്ഞത്? അൽ കുഫ്ര വിശ്വാസം, അവരിൽ അവിശ്വാസികളുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഖാല അദ്ദേഹം പറഞ്ഞു, മൻ അൻസാരി ഇലല്ലാ, ആരാണ് എന്നെ അള്ളാഹുവിലേക്ക് സഹായിക്കാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഖാല അവർ പറഞ്ഞു, അൽ ഹവാരിയൂൻ ഹവാരിയുകളാണ് പറഞ്ഞത്. എന്ത്? നഹ്നു അൻസാറുല്ലാ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകുന്നു. ആമന്നാ ബില്ലാഹി, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വഷ്ഹദ്, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ബി അന്നാ മുസ്ലിമൂ, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് അവർ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പേജിൽ. ആദ്യം പറഞ്ഞത് ഈസാ നബി അലൈഹി ഇസ്ലാം തൊട്ടിലിൽ വെച്ച് സംസാരിക്കുമെന്നും പിന്നെ മധ്യവയസ്കനായ സമയത്തും സംസാരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു തരാണ്. അപ്പോൾ മറിയം അലൈഹി സ്വലാം ഈ സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ചോദിച്ചു, അള്ളാഹു എനിക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? അപ്പോൾ അള്ളാഹു പറഞ്ഞു, അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഉണ്ടാവുക തന്നെ ചെയ്യും, ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സൃഷ്ടിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ അള്ളാഹ്ക്ക് എന്താണ് ഒരു കാര്യം ഉണ്ടാവണം എന്ന് ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാവൂ എന്ന് പറയുക മാത്രമേ വേണ്ടൂ. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു വേദഗ്രന്ഥം പഠിപ്പിച്ചു, ഹിക്മത്ത് പഠിപ്പിച്ചു. മുമ്പുള്ള വേദഗ്രന്ഥങ്ങളും തൗറാത്തും ഇഞ്ചീലൊക്കെ പഠിപ്പിച്ചു, ഹിക്മത്തും പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഈസാ നബി റസൂലാണെന്ന് തെളിയിക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ, ജനങ്ങൾക്ക് കാണിക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു. എന്താണ്? കളിമണ്ണ് വെച്ച് പക്ഷിയുടെ രൂപം ഉണ്ടാക്കും, എന്നിട്ട് അതിൽ ഊതുമ്പോൾ അത് ജീവനുള്ള പക്ഷിയായി മാറും. പിന്നെ പാണ്ഡുരോഗമുള്ളവരെയും ജന്മനാ അന്ധനായവരെയും തടവുമ്പോൾ ആ അസുഖം മാറിക്കിട്ടും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമാണ്. പിന്നെന്താണ് പറഞ്ഞത്? മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു, അതും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം തന്നെ. ഇതൊക്കെ സത്യവിശ്വാസികൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹു കൊടുത്ത, ഈസാ നബിക്ക് കൊടുത്ത മുഅ്ജിസത്തുകളാണെന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മതി ഒരു സത്യവിശ്വാസിക്ക് വിശ്വസിക്കാനായിട്ട് അല്ലേ. പിന്നെ പറഞ്ഞെന്തായിരുന്നു? ഞാൻ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഹറാമാക്കിയ ചില കാര്യങ്ങളെ അള്ളാഹു എന്നിലൂടെ ഹലാലാക്കി തരികയാണെന്ന് പറഞ്ഞു. പിന്നെന്താ? അള്ളാഹുവിൽ നിന്നുള്ള ആയത്തുകളുമായിട്ടാണ് ഞാൻ വന്നത്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ റബ്ബും നിങ്ങളുടെ റബ്ബും ആരാണ്? അള്ളാഹു ആണ്. അതാണ് നേരായ പാത, അല്ലെങ്കിൽ നേരായ മാർഗം അതാണെന്ന് പറഞ്ഞു തന്നു. പിന്നെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ടും ഇവരിലധികം ആളുകളും അവിശ്വസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, ആരുണ്ട് എന്നെ സഹായിക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഹവാരിയുകൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായിക്കാൻ, പ്രബോധനം നടത്താനും അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവർ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്താണ്? ഞങ്ങൾ കിഴുതിങ്ങിയവരിൽപ്പെട്ടവരാകുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളിൽപ്പെട്ടവരാകുന്നു എന്ന് അവർ ഈസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.